അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽഫായിസീൻ അല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ഫൈസി അവർകളെ, വേദിയിൽ സന്നിഹിതരായ സമാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പ്രദേശത്തിന് ഇവിടെ വളർന്നു വരുന്ന യുവജന വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ നാട്ടിലെ മറ്റു സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പ്രചോദനം നൽകുന്ന തലത്തിലുള്ള ഒട്ടേറെ ഇവിടെ വിശദീകരിക്കപ്പെട്ട പദ്ധതികൾ വളരെ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ആസ്ഥാനമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്രിയാത്മകമായ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഇവിടുത്തെ സുന്നി യുവജന സംഘത്തിൻ്റെയും SKSFിൻ്റെയും അതിൻ്റെ സഹകാരികളെയുമൊക്കെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സദുദ്യമം ഏറ്റവും നല്ല ഒരു സൽക്രമമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പുതിയ തലമുറക്കിടയിൽ അവരെല്ലാം സ്വയം മതപരമായ ശിക്ഷണത്തിലൂടെ വളർന്നു വരാൻ അവസരം സൃഷ്ടിക്കുകയും അവരെ അതിൻ്റെ പ്രവർത്തകരാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ചുറ്റുപാടിൽ വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ്. നമുക്കൊക്കെ സാധാരണ രീതിയിൽ തന്നെ ചിന്തിച്ചാൽ അറിയാവുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ കുട്ടികളൊക്കെ മദ്രസാ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഓരോ നാട്ടിലും വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രം വിദ്യാർത്ഥികളാണ് അവരുടെ മറ്റു ഭൗതിക വിദ്യാഭ്യാസ തിരക്കുകൾക്കിടയിൽ മതവിജ്ഞാനവുമായി ബന്ധപ്പെടുന്നത്. നമ്മൾ മുതിർന്നവരാണെങ്കിൽ പോലും പള്ളികളിൽ നിന്നോ മദ്രസകളിൽ നിന്നോ ഏതെങ്കിലും വിജ്ഞാന സദസ്സുകളിൽ നിന്നോ മതപഠന ക്ലാസ്സുകളിൽ നിന്നോ മാത്രം ലഭ്യമാകുന്ന വളരെ പരിമിതമായ മതപരമായ അറിവുകൾ മാത്രമാണ് പിൽക്കാലത്ത് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആത്മീയമായ ഒരു ചൈതന്യവും ആത്മീയമായി നമുക്ക് സമയബന്ധിതമായി ലഭിക്കേണ്ട പല കാര്യങ്ങളും ഉത്ബോധനങ്ങളും സംസ്കരണങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ വളരെ കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചെറുപ്പകാലത്ത് ലഭ്യമായ ദീനീ വിജ്ഞാനമനുസരിച്ചുകൊണ്ട് തുടർന്ന് ജീവിക്കാൻ ആവശ്യമായ പ്രചോദനമല്ല സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മതപരമായ പഠനം നടത്തിയൊരു വിദ്യാർത്ഥി പോലും ഒരുപക്ഷെ 5ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ വരെ നന്നായി മദ്രസ പഠനം നടത്തിയൊരു വിദ്യാർത്ഥി പോലും
അവൻ തുടർന്ന് കോളേജുകളിലേക്കോ മറ്റു തൊഴിൽ മേഖലകളിലേക്കോ മറ്റു മേഖലകളിലേക്കോ തിരിയുമ്പോഴേക്ക് അവന് പലപ്പോഴും അവൻ പഠിച്ച മതപരമായ അറിവനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടിലല്ല അവൻ മുന്നോട്ട് പോകുന്നത്. അവനെ അതിൽ നിന്ന് നിരന്തരമായി പിന്തിരിപ്പിക്കാനും അധാർമികമായ ചുറ്റുപാടുകളിലേക്ക് അവനെ ക്ഷണിക്കാനുള്ള സാഹചര്യങ്ങളിലാണ് ഇന്ന് സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം നാടുകൾ തന്നെ പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരുമ്പോൾ അവർക്ക് മതപരമായ ബോധത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ പ്രചോദനം സ്വന്തം വീട്ടിന് പുറത്തുനിന്ന് കിട്ടുന്നത് എവിടെ നിന്നാണ്? അങ്ങാടികളിൽ ചെന്നാൽ അധാർമികമായ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളെ തിരുത്താൻ ഇന്ന് ആളുകളില്ല. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു അങ്ങാടികളിൽ എന്തെങ്കിലും വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കണ്ടാൽ അവരെ ഉപദേശിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അവരെയൊക്കെ അതിൽ നിന്ന് പിന്മാറ്റാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ കൊച്ചു നഗരങ്ങളിൽ, അങ്ങാടികളിൽ, ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ കോളേജിൽ ചെന്നാൽ, കോളേജ് ക്യാമ്പസുകളിൽ ചെന്നാൽ, സ്കൂളുകളിൽ ചെന്നാൽ അവിടെ ഒരിക്കലും മതപരമായ ശിക്ഷണം ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, അവൻ പഠിച്ച മതപരമായ അറിവുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു പ്രചോദനവും അവന് കിട്ടുന്നില്ല. സ്വന്തം വീട്ടിനകത്തു നിന്ന് പോലും എത്രത്തോളം ആ കാര്യത്തിൽ രക്ഷിതാക്കളായ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കുമ്പോഴാണ് മതപരമായി നമ്മുടെ മക്കൾക്ക് പള്ളി ദർസിൽ നിന്നോ മദ്രസ ക്ലാസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പഠന കാലയളവിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഭിന്നമായി അതിനുശേഷം മതപരമായി യാതൊരു പ്രചോദനവും ലഭ്യമാകാത്ത ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആർത്തിയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാവർക്കും കുറെ പണം സമ്പാദിക്കണം, നല്ല നല്ല വീടുകൾ പണിയണം, നല്ല ശീതീകരിച്ച വാഹനങ്ങളിൽ യാത്ര ചെയ്യണം, നല്ല വിലപിടിപ്പുള്ള പുതിയ പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ധരിക്കണം, നല്ല മികച്ച വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കണം. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആഘോഷമാക്കി ജീവിക്കണം എന്നതിനേക്കാളപ്പുറം സ്വന്തം ജീവിതത്തെക്കുറിച്ചോ സ്വന്തം മാതാപിതാക്കളെക്കുറിച്ചോ അവന്റെ മക്കളെക്കുറിച്ചോ അവന്റെ വളർന്നു വരുന്ന മക്കളുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ മതബോധത്തെക്കുറിച്ചൊക്കെ ഇന്ന് സമൂഹത്തിൽ എത്ര പേർ ചിന്തിക്കുന്നുവെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ്, സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സമൂഹത്തിൽ സ്വാഭാവികമായും അവിടെ മതപരമായ അറിവുകളും നന്മകളും നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ മതപരമായ നന്മകൾ കാത്തു സൂക്ഷിക്കൽ അനിവാര്യമാണ്. ഈ മതപരമായ അറിവുകൾ സംരക്ഷിക്കാനും നിലനിർത്താനും തൊട്ടടുത്ത തലമുറകൾക്ക് അതിന്റെ സമ്പൂർണതയോടുകൂടി കൈമാറാൻ ആവശ്യമായ പരിശ്രമം നമ്മുടെ തൊട്ടു മുമ്പിലുണ്ടായിരുന്ന തലമുറ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നിർവഹിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ തൊപ്പിയും തലപ്പാവും ധരിച്ചുകൊണ്ട് ഈ പള്ളിയുടെ ചാരത്ത് ദീനിയായ ഒരു വിഷയത്തിന്റെ വിളിയാളം കേട്ടുകൊണ്ട് ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചത്. നമ്മൾ ഇന്ന് കേട്ട ഒരു അനൗൺസ്മെന്റിന്റെ പിറകിലോ അല്ലെങ്കിൽ ഇന്ന് കണ്ട ഒരു നോട്ടീസിന്റെ പിറകിലോ സഞ്ചരിച്ചത് കൊണ്ടല്ല, അതിനേക്കാൾ അപ്പുറം നമുക്കുണ്ടായിട്ടുള്ള ഒരു ഉൾവിളിയാണ്. ഇങ്ങനെ മതപരമായ എന്തെങ്കിലും ചടങ്ങുകളോ സംരംഭങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരുമിച്ച് കൂടണം, അവിടെ സഹകരിക്കണം, അത് എന്റെ ബാധ്യതയാണ് എന്ന് ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് വളർന്നു വരാൻ കാരണം എന്താണ്? നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഗുരുവര്യന്മാരോ അല്ലെങ്കിൽ നാം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ ജീവിച്ച ആ സാഹചര്യങ്ങളാണ് നമ്മളെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് എന്നത് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട സംഗതിയാണ്. ഈ നന്മകളും ഈ സൗഹൃദപരമായ അന്തരീക്ഷവും ഈ മതപരമായ ഈ ചിട്ടയും ഈ ശിക്ഷണവുമൊക്കെ എന്റെ വരും തലമുറയിലും ലഭ്യമാകണം എന്ന ആ നിശ്ചയദാർഢ്യത്തോടുകൂടി, ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി നമുക്കിടയിൽ ആരൊക്കെ എത്രത്തോളം അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു സന്ദർഭമാണിത്. പൊതുവെ ദീനീ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിന്റെ പുതിയ ചുറ്റുപാടുകളോടുള്ള ശരിക്കും ഒരു കലഹമാണ്. ഇന്നത്തെ ചുറ്റുപാടുകളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. കാരണം ചുറ്റുപാടുകൾ നമുക്കെതിരാണ്, സാഹചര്യങ്ങൾ നമുക്കെതിരാണ്. അപ്പൊ സ്വാഭാവികമായും
ഇന്നത്തെ പുതിയ തലമുറ ദീനീ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യങ്ങളോട്, ഇന്നത്തെ ചുറ്റുപാടുകളോട്, ഇന്നത്തെ പുതിയ പുതിയ ആ ചിന്താഗതികളോടുള്ള ഏറ്റവും വലിയ കലഹമാണ് ഈ കാലത്ത് നിർവഹിക്കപ്പെടേണ്ട ഒരു ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ താല്പര്യം. അങ്ങനെ ദീനീ പ്രവർത്തനത്തിന്റെ മേഖലയിൽ ഒരുപറ്റം ചെറുപ്പക്കാർ എല്ലാ മഹല്ലുകളിലും എല്ലാ ഗ്രാമങ്ങളിലും വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനുമുള്ള ഉത്തരവാദിത്വം നമ്മൾ ഇന്നത്തെ ഈ തലമുറയുടെ എന്റെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഈ കേരളത്തെക്കാൾ, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തെക്കാൾ ഇതിനേക്കാൾ അഭിമാനകരമായ ചരിത്രം പറയാറുള്ള യൂറോപ്പിലെ സ്പെയിനിന്റെയും ബഗ്ദാദിന്റെയും അതേപോലെയുള്ള മുസ്ലിം ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ നൂറ്റാണ്ടുകളുടെ അഭിമാനകരമായ ചരിത്രം പറയാനുള്ള പ്രദേശങ്ങളിലൊക്കെ അക്കാലത്ത് മുസ്ലിം സമൂഹത്തിന് വീഴ്ച സംഭവിച്ച ആ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിലൊക്കെ വലിയ അട്ടിമറി ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യത്തിന്റെ ലളിതമായ ഉത്തരം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ദീനിന്റെ സംസ്കൃതിയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും തൊട്ടടുത്ത തലമുറക്ക് അത് കൈമാറാൻ ആവശ്യമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ സാമ്പത്തികമായ താല്പര്യങ്ങളുടെ ഭാഗമായി, അധികാരത്തിന്റെ താല്പര്യങ്ങളുടെ ഭാഗമായി, സുഖലോലുപതയുടെ പിറകെ സഞ്ചരിച്ചതിന്റെ ഭാഗമായി അവരൊക്കെ അതിൽ നിന്ന് താല്പര്യം കാണിക്കാതെ ഈ നിക്ഷിപ്തമായ താല്പര്യങ്ങളുടെ പിറകെ സഞ്ചരിച്ചതിന്റെ ഫലമായി ഈ നന്മകൾ തൊട്ടടുത്ത തലമുറക്ക് കൈമാറുന്ന കാര്യത്തിൽ ഇവർക്കുണ്ടായ നിസ്സംഗതയും അലംഭാവവുമാണ് പിൽക്കാലത്തെ തലമുറകൾക്കിടയിൽ പരിശുദ്ധമായ ദീനിന്റെ ഈ സംസ്കാരവും സംസ്കൃതിയും ആ പ്രദേശങ്ങളിലൊക്കെ നശിക്കപ്പെട്ടു പോയത് എന്ന് തിരിച്ചറിയാൻ നാം ഈ സമയം കണ്ടെത്തണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെയുള്ള ഓരോ തലമുറകൾ മാറി മാറി വരുമ്പോഴും ആ തലമുറകൾക്കിടയിൽ ദീനിന്റെ യഥാർത്ഥ രൂപമായ അതിന്റെ വിശ്വാസപരമായും കർമ്മപരമായും ഒരു സമുദായം മുന്നോട്ട് പോകേണ്ട വഴികളെക്കുറിച്ച് മാർഗദർശനം നൽകുവാനും അത് കൈമാറ്റം ചെയ്യാനും പ്രാഥമിക തലം മുതൽ ദീനിയായ പഠനങ്ങളും ഗവേഷണങ്ങളും അന്വേഷണങ്ങളും നടത്തുവാനും അതനുസരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ വളർത്താൻ ആവശ്യമായ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചതിന്റെ പരിണിത ഫലമാണ് ഒരർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം നേടിയെടുത്തിട്ടുള്ള ഇന്ന് കാണുന്ന ഈ നന്മകൾ എന്ന് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. നാം മനസ്സിലാക്കണം, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രവും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ രാജ്യത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമ്മളെക്കാൾ അഭിമാനകരമായ ചരിത്രം പറയാൻ സാധിക്കുന്ന രാജ്യങ്ങൾ അതേപോലെ ചക്രവർത്തിമാർ, രാജവംശങ്ങൾ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ മലബാറിൽ നമ്മൾ ഇന്ന് കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്ത് ഒരുപക്ഷെ ഒരു മുസ്ലിം രാജഭരണത്തിന്റെ പാരമ്പര്യമെന്നും പറയാൻ സാധിക്കില്ല. അറക്കൽ രാജവംശം പോലെയുള്ള നാമമാത്രമായ ചില മുസ്ലിം രാജവംശങ്ങളുടെ സാന്നിധ്യം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവരുമൊക്കെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരവരുടെ മതവിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ആഹ്വാനവും താക്കീതിനും വിധേയമായി ജീവിക്കാൻ, അവരുടെ ശിക്ഷണത്തോടുകൂടി ജീവിക്കാൻ അവർക്ക് സൗഭാഗ്യം സിദ്ധിച്ചു എന്നതിനേക്കാളപ്പുറം മറ്റൊരു പാരമ്പര്യവും ഇവിടെ അവകാശപ്പെടാൻ സാധിക്കില്ല. പക്ഷേ അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ മുസ്ലിം ഭരണപാരമ്പര്യം അവിടെ കണ്ടെത്താൻ സാധിക്കും. നൂറ്റാണ്ടുകളുടെ ഭരണപാരമ്പര്യമാണ്. മുഗൾ രാജവംശത്തെ പോലെയുള്ള, ഖിൽജി രാജവംശത്തെ പോലെയുള്ള, തുഗ്ലക് രാജവംശത്തെ പോലെയുള്ള, ലോധി രാജവംശത്തെ പോലെയുള്ള ഒരുപറ്റം മുസ്ലിം രാജവംശങ്ങൾ നൂറ്റാണ്ടുകളോളം ഈ രാജ്യത്തിന് നേതൃത്വം കൊടുത്തു. അവർ കേവലം മുസ്ലിം നാമധാരികൾ മാത്രമായിരുന്നില്ല, ഇസ്ലാമിക വൈജ്ഞാനികമായ സേവനങ്ങൾക്ക് അവരുടെ ഖജനാവിൽ നിന്ന് എത്രയോ തുക ചെലവഴിച്ച അതിനുവേണ്ടി വലിയ പ്രോത്സാഹനങ്ങൾ ചെയ്ത ആളുകൾ, രാജകൊട്ടാരത്തിൽ പണ്ഡിതന്മാരെ ക്ഷണിച്ചിരുത്തിക്കൊണ്ട് ദീനീ വിജ്ഞാനങ്ങൾക്ക് പ്രോത്സാഹനം നടത്തിയ പണ്ഡിതന്മാർ, ഒരുപാട് പള്ളികളും ആ കാലത്തുള്ള മദ്രസകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റികൾക്ക് സമാനമാണ്. ഉന്നതന്മാരായ പണ്ഡിതന്മാർക്ക് പഠിക്കാനും ഗവേഷണം നടത്തുവാനും അവരുടെ രാജകൊട്ടാരത്തിൽ നിന്ന്, രാജാവിന്റെ ഖജനാവിൽ നിന്ന് അങ്ങനെ വലിയ തുക അനുവദിച്ചുകൊണ്ട് ദീനീ വിജ്ഞാനങ്ങൾക്കും ദീനീ പ്രബോധനങ്ങൾക്കുമൊക്കെ വലിയ പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒട്ടേറെ മുസ്ലിം രാജാക്കന്മാർ നമ്മുടെ രാജ്യത്ത് കടന്നുപോയി. എന്താണ് അവിടുത്തെ ഇന്നത്തെ അവസ്ഥ? ആ രാജാക്കന്മാർ നിർമ്മിക്കപ്പെട്ട പള്ളികൾ ഒരു ചരിത്രത്തിന്റെ സ്മാരകം എന്നോണം ഇന്നും അവിടെയുണ്ട്. ഒരുപാട് പള്ളികൾ, ഒരുപാട് സ്മാരകങ്ങൾ
അവരുടെ ജന്മസ്ഥലമെന്നും അവരുടെ മരണസ്ഥലമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കബറിടവും അതേപോലെ അവരുടെ ഒരുപാട് സ്മാരകങ്ങളായി ഉത്തരേന്ത്യയിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും. അവരുണ്ടാക്കിയിട്ടുള്ള ആ നന്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു സമുദായത്തെ മാത്രം അവിടെയൊന്നും കാണുന്നില്ല. അവിടെ മുസ്ലിങ്ങളുണ്ട്, ഇന്ന് അവിടെയും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ടോ അതിനേക്കാൾ എത്രയോ മടങ്ങ് മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അവർ നൂറ്റാണ്ടുകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ദീനിന്റെ പാരമ്പര്യമോ ദീനിന്റെ സംസ്കാരമോ ആ സംസ്കൃതി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇസ്ലാമിന്റെ സ്വഭാവ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു തലമുറയല്ല, ഒരു പ്രദേശത്തെ, ഒരു നഗരത്തെ പോലും കണ്ടെത്താൻ സാധിക്കില്ല. എന്താണ് കാരണം? ഈ ഒരു പാരമ്പര്യമില്ലാത്ത കേരളത്തിൽ പോലും ഈ ഇസ്ലാമിന്റെ സംസ്കൃതി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു മഹല്ലല്ല, ഒരു നഗരമല്ല, ആയിരക്കണക്കിന് മഹല്ലുകൾ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഇത് സാമ്പത്തികമായ സ്വാധീനം കൊണ്ടുണ്ടായ വ്യത്യാസമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാമൂഹ്യമായ ഇവിടുത്തെ അനുകൂലമായ സാഹചര്യങ്ങൾക്കുണ്ടായ വ്യത്യാസമല്ല, ഭൗതികമായ സൗകര്യങ്ങൾ കൊണ്ടുണ്ടായ വ്യത്യാസമല്ല. അതിനേക്കാൾ അപ്പുറം ഇതെന്റെ പരിശുദ്ധമായ ദീനാണ്, ഇത് മുറുകെ പിടിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്, എന്റെ മക്കളെ ആ ശിക്ഷണത്തിലൂടെ വളർത്താൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ചിന്തിക്കുന്ന അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു തലമുറയല്ല. തലമുറകൾ മാറി മാറി വരുമ്പോഴും ആ തലമുറകളെല്ലാം അതനുസരിച്ചുകൊണ്ട് വളർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു മതനേതൃത്വം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടായതുകൊണ്ടാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. കേരളത്തിലെ മുസ്ലിം സമൂഹം ഈ നന്മകളെല്ലാം നേടിയെടുത്തിന്റെ അടിസ്ഥാനപരമായ കാരണമെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ഏത് മേഖലകളിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയുണ്ട് കേരളത്തിൽ, രാഷ്ട്രീയ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, സാമ്പത്തിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, സാഹിത്യ മേഖലയിൽ, പത്രപ്രവർത്തന മേഖലയിൽ, വാണിജ്യ മേഖലയിൽ, ഏത് മേഖല പരിശോധിച്ചാലും കേരളത്തിലെ മുസ്ലിങ്ങൾ ശരാശരി പുരോഗതി പ്രാപിച്ചവരാണ്. എന്താണ് ഇതിന് കാരണം? അടിസ്ഥാനപരമായി എന്റെ സമുദായം എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മതബോധമുള്ള ഒരു തലമുറയെ ഇവിടെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. എന്റെ സമുദായം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ ഇവിടെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരാൾക്ക് മതപരമായ ബോധമൊന്നുമില്ല, പക്ഷേ ഒരുപാട് വിദ്യാഭ്യാസം നേടി തനിക്ക് നേടിയ വിദ്യാഭ്യാസത്തിന്റെ ആ തണലിൽ അദ്ദേഹത്തിന്റെ മക്കളും വിദ്യാഭ്യാസം നേടി, അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളും വിദ്യാഭ്യാസം നേടി. അവരൊക്കെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ മെച്ചപ്പെട്ട അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ആർക്കാ കാര്യം? ആർക്കാണ് അതുകൊണ്ടുള്ള ഗുണം? അദ്ദേഹത്തിന്റെ കുടുംബവും സുഭിക്ഷമായിട്ട് ജീവിക്കും. അല്ല, ഈ വിദ്യാഭ്യാസം എനിക്ക് മാത്രം പോരാ, എന്റെ സമുദായത്തിന് വിദ്യാഭ്യാസം ഉണ്ടാവണം, എന്റെ നാട്ടുകാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം, അവരും വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വരണം എന്ന ആ സാമൂഹ്യമായ ബോധവും ആ സാമുദായികമായ ചിന്തയും ഉണ്ടാവണമെങ്കിൽ അവന് കേവല ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായാൽ പോരാ, എന്റെ സമുദായം എന്ന് ചിന്തിക്കാൻ ആവശ്യമായ മതവിദ്യാഭ്യാസം കൂടി ഉണ്ടാവണം. ആ മതവിദ്യാഭ്യാസം ഇവിടെ പഠിക്കാൻ അവസരമുണ്ടായത് എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു ധനാഢ്യനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം തന്റെ ഈ സമ്പത്തിനെ വികസിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും വേണ്ടി വീണ്ടും കുറെ ബിസിനസ് ശൃംഖലകളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ വലിയൊരു സമ്പന്നനായി അദ്ദേഹം വളരുന്നു. പക്ഷേ ആ സമ്പത്ത് എന്റെ സമുദായത്തിന് നന്മക്ക് വേണ്ടി ചെലവഴിക്കണം, എന്റെ നാടിന്റെ നന്മക്ക് വേണ്ടി ചെലവഴിക്കണം, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി ചെലവഴിക്കണം. ഞാൻ മാത്രം സുഭിക്ഷമായിട്ട് ജീവിച്ചാൽ പോരാ, ഞാൻ മാത്രം വലിയ മണിമാളികകൾ കെട്ടിപ്പൊക്കിയാൽ പോരാ, ഇത് എന്റെ സമുദായത്തിനു കൂടി, എന്റെ നാടിനു കൂടി, എന്റെ രാജ്യത്തിനു കൂടി ഉപയോഗപ്പെടണമെന്ന് ചിന്തിക്കണമെങ്കിൽ അവന് കേവലം സമ്പത്തുണ്ടായാൽ പോരാ, ആ സമ്പത്ത് നന്മ നിറഞ്ഞ വഴികളിലൂടെ ചെലവഴിക്കണമെന്ന് ചിന്തിപ്പിക്കുന്ന ആ ബോധമുണ്ടാക്കുന്ന സ്വാഭാവികമായും ആ ചിന്ത അവനിലേക്ക് നിരന്തരമായി നൽകപ്പെടുന്ന മതബോധം അവനുണ്ടാവണം. ആ മതബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എന്റെ സമ്പത്ത് എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ നിഅമത്താണ്. ഈ സമ്പത്തില്ലാത്ത, ഇതേപോലെ നിഅമത്ത് നൽകപ്പെടാത്ത മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്റെ സമ്പത്ത് വീതിച്ചു കൊടുക്കണം. ഇതിൽ പാവപ്പെട്ടവർ അവകാശമുണ്ട്, പട്ടിണി കിടക്കുന്നവർ അവകാശമുണ്ട്. എന്റെ നാട്ടിൽ ഞാൻ മാത്രം സുഭിക്ഷമായിട്ട് ജീവിച്ചാൽ പോരാ,
എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഈ ധനാഢ്യനെ ചിന്തിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് സമ്പത്ത് മാത്രം ഉണ്ടായാൽ പോരാ, അദ്ദേഹത്തിന് സ്വാഭാവികമായും ആ നന്മ നിറഞ്ഞ ചിന്തയിലേക്ക് അദ്ദേഹത്തെ നയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മതബോധം ഉണ്ടാവണം, മതവിജ്ഞാനം ലഭ്യമാകണം. നമ്മുടെ നാട്ടിൽ അധികാരത്തിലും വലിയ സ്വാധീനമുള്ള വലിയൊരു രാഷ്ട്രീയ നേതാവുണ്ട്. ജനങ്ങൾ പല കാരണങ്ങളാൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്തു. അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി, MLA ആയി, MP ആയി, മന്ത്രിയായി വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹം നമ്മുടെ സമുദായത്തിൽപ്പെട്ടയാളായിരിക്കാം, സമുദായത്തിൽ ജനിച്ചു വളർന്നയാളായിരിക്കാം. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്, ഞാനൊരു ജനപ്രതിനിധിയാണ്, എനിക്കെന്റെ ഇവിടുത്തെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ മാത്രം നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി അദ്ദേഹം തെറ്റു ചെയ്യുന്നില്ല. പക്ഷേ ഞാനൊരു പിന്നാക്ക വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ഒരു സമുദായത്തിൽപ്പെട്ട പ്രതിനിധിയാണ്. എനിക്ക് മാത്രം വളർന്നാൽ പോരാ, എന്റെ സമുദായത്തിനും അതിന്റെ ഗുണങ്ങൾ കിട്ടണം. ആ സമുദായത്തിന്റെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം, ആ സമുദായത്തിന്റെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം, ആ സമുദായത്തിന്റെ നിഷേധിക്കപ്പെടുന്ന അവഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ടാവുന്ന ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കണമെന്ന് ആ ജനപ്രതിനിധിക്ക് തോന്നണമെങ്കിൽ അദ്ദേഹം കേവലം രാഷ്ട്രീയ നേതാവായതുകൊണ്ട് കാര്യമില്ല, അദ്ദേഹത്തിന് എത്ര മഹാഭൂരിപക്ഷത്തിന് വിജയമുണ്ടായത് കൊണ്ട് കാര്യമില്ല. പക്ഷെ അടിസ്ഥാനപരമായി ഞാൻ ഇങ്ങനെ വിജയിച്ചുകൊണ്ട് അധികാരത്തിന്റെ പങ്കാളിത്തം നിർവഹിക്കുമ്പോഴും, ഞാനൊരു അധികാരത്തിന്റെ പദവിയിലിരിക്കുമ്പോ ഈ അധികാരത്തിന്റെ ഓരോ നിമിഷവും ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധമുള്ള, മതബോധമുള്ള ഒരു ജനപ്രതിനിധി വളർന്നു വരുമ്പോഴാണ് സ്വാഭാവികമായും ആ ജനപ്രതിനിധിയെ കൊണ്ട് സമുദായത്തിന് ഗുണമുണ്ടാകുന്നത്. സത്യസന്ധമായ, അഴിമതിയില്ലാത്ത ഈ രാജ്യത്തിന് ജനക്ഷേമകരമായ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മതബോധം എന്ന് പറയുന്ന കാര്യം, മതവിജ്ഞാനം എന്ന് പറയുന്ന കാര്യം, അത് കേവലം 5 വക്ത് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നവനാവണം, അല്ലെങ്കിൽ അവൻ നോമ്പ് നോക്കുന്നവനാവണം, ഖുർആൻ പാരായണം ചെയ്യുന്നവനാകണം. ഇതെല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളായിരിക്കാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു സമൂഹത്തിൽ ജനിച്ചു വളർന്ന മുഴുവൻ ചെറുപ്പക്കാർക്കിടയിലും സഹോദരന്മാർക്കിടയിലും സഹോദരിമാർക്കിടയിലും ആ മതപരമായ വിജ്ഞാനം ലഭ്യമാവുകയും ആ മതപരമായ വിജ്ഞാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് മതബോധത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മതത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ശരിതെറ്റുകളെ തിരിച്ചറിയാനും അത് വിവേചന സ്വഭാവത്തോടുകൂടി കൈകാര്യം ചെയ്യാനും ദീനിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന, അതിന് മുൻതൂക്കം നൽകുന്ന ഒരു സമൂഹമായി നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുമ്പോഴാണ് പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും സാദാത്തുക്കളും സമുദായ നേതാക്കളും ഈ നന്മകൾ ഇവിടെ നിലനിർത്താനും വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്ത, അവരധ്വാനിച്ച, അവർ കഷ്ടപ്പെട്ടതിന്റെ ഫലം പിൽക്കാല തലമുറക്കും ലഭ്യമാകാൻ സാധിക്കുകയുള്ളൂ. നാം മനസ്സിലാക്കണം, ഇവിടെ കേരളത്തിലെ മുസ്ലിം സമൂഹം നേടിയെടുത്ത ഈ പുരോഗതിയെക്കുറിച്ച് നമ്മൾ മാത്രം അഭിമാനം കൊള്ളുന്ന കാര്യമല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഈ അവസ്ഥയെക്കുറിച്ച് വളരെ വിശദമായ പഠനം നടത്തിയ ഒരു പ്രമുഖനായ വിദ്യാഭ്യാസ വിചക്ഷണനാണ് നേരത്തെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്ന പ്രൊഫസർ മുഷീർ ഹസൻ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചായിരുന്നു. വളരെ അപൂർവം സമയങ്ങളിൽ മാത്രം കേരളത്തിൽ വന്നിട്ടുള്ള, എന്നാൽ പൊതുവായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ നന്നായി അന്വേഷണം നടത്തി പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അദ്ദേഹം മലയാളിയല്ല, കേരളത്തിലെ ഒരു സംഘടനയോടോ നേതാക്കളോടോ പ്രത്യേകമായി ഒരു കടപ്പാട് ഉണ്ടാകേണ്ട ആൾ പോലുമല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൊതുവായി വിലയിരുത്തപ്പെടുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു വേറിട്ട് നിൽക്കുന്ന വിഭാഗമാണ്. അതിന് അദ്ദേഹം കാരണം പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ മേഖലയിലും പുരോഗതി നേടിയവരാണ്. പക്ഷേ ആ എല്ലാ മേഖലയിലും ശരാശരി പുരോഗതി നേടിയപ്പോഴും അവര് എന്റെ സമുദായം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതിയുള്ള ആളുകളാണ്. എന്റെ സമുദായം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, സ്വന്തം സമുദായത്തെക്കുറിച്ച് ആത്മാഭിമാനം കൊള്ളുന്ന ആളുകൾ. എന്നിട്ട് അദ്ദേഹം അതിന് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞു. കേരളത്തിലെ ധാരാളം മുസ്ലിങ്ങൾ ഗൾഫിലേക്ക് വിവിധ ജോലികൾക്ക് പോകുന്നവരാണ്. ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്നവരാണ്. ആ ഗൾഫിലേക്ക് പോകുന്ന ആളുകളിൽ 95% ആളുകളും തന്റെ വീട്ടിലെ, തന്റെ കുടുംബത്തിലെ വളരെ പ്രയാസകരമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും കഷ്ടപ്പാട് തീർക്കാനും പോകുന്നവരാണ്. വലിയ വിദ്യാഭ്യാസം നേടി, നല്ല യോഗ്യത നേടി,
നാട്ടിൽ തന്നെ മെച്ചപ്പെട്ട ജോലിയും സുഖസൗകര്യങ്ങളോട് ജീവിക്കാനുള്ള അവസ്ഥയുള്ളവരൊന്നും കൂടുതൽ ഗൾഫിലേക്ക് പോകാറില്ല. ഇദ്ദേഹം പറയുന്നു, വളരെ കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് കേരളത്തിലെ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന 95% വരുന്ന ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാരൻ ഗൾഫിൽ പോകുന്നു, അവരവരുടെ യോഗ്യതക്കനുസരിച്ചുകൊണ്ട് അവരവിടെ ജോലി നേടുന്നു. ആ ജോലി നേടിക്കഴിഞ്ഞാൽ അവർ 4-5 മാസം ശമ്പളം വാങ്ങി തുടങ്ങുമ്പോഴേക്ക് അവൻ നാട്ടിലേക്ക് വിളിക്കുന്നു. അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? അവന് ഒരു കൊച്ചു കൂരയുണ്ടാക്കണം, അവന്റെ സഹോദരിയുടെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ സഹോദരിയെ കല്യാണം കഴിച്ചതിന്റെ കടബാധ്യതകൾ തീർക്കണം. ഇതേപോലെയുള്ള ഒരു മനുഷ്യൻ നേരിടുന്ന അടിസ്ഥാനപരമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനാണ് ഈ ചെറുപ്പക്കാരൻ ഗൾഫിൽ പോകുന്നത്. അവിടെ എത്തി 4-5 മാസം അവന് ശമ്പളം കിട്ടി തുടങ്ങുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വിളിച്ചു പറയുന്നു, ഇനി നമ്മുടെ ആ കടബാധ്യതകൾ കുറച്ച് തീർക്കാൻ തുടങ്ങാം, പെങ്ങൾക്ക് ഇനി ഒരു കല്യാണാലോചന ആരംഭിക്കാൻ സമയമായിട്ടുണ്ട്. അവന്റെ ഏത് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയത്, ആ പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പരിഹരിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ചെറുപ്പക്കാരൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്റെ നാട്ടിലെ പള്ളിയിലേക്ക് എന്റെ ശമ്പളത്തിൽ നിന്ന് ഇത്ര വിഹിതം, എന്റെ നാട്ടിലെ മദ്രസയിലേക്ക്, എന്റെ നാട്ടിൽ പുനർനിർമ്മിക്കുന്ന പള്ളിയുടെ കാര്യത്തിലേക്ക് ഇത്ര രൂപ സംഭാവന, എന്റെ നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കാനോ രോഗികൾക്കോ വേണ്ടി അവിടെ രൂപീകരിക്കപ്പെട്ടുള്ള റിലീഫ് കമ്മിറ്റിയിലേക്ക് എന്റെ വക ഇത്ര രൂപ എന്ന് പറയുന്ന ആ ഒരു സാമൂഹ്യ ബോധം കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർക്കുണ്ടാകുന്നു. എന്നാൽ അതേ മുസ്ലിം ചെറുപ്പക്കാരൻ അവരോടൊപ്പം ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ ജോലി കഴിഞ്ഞുകൊണ്ട് തിരിച്ച് റൂമിൽ വന്ന് വിശ്രമിക്കുമ്പോ അവന്റെ തൊട്ടടുത്ത കട്ടിലിൽ കിടന്നുറങ്ങുന്ന ഗുജറാത്തിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ വരുന്ന അവന്റെ സമുദായത്തിൽ തന്നെ ജനിച്ചു വളർന്ന മറ്റൊരു ചെറുപ്പക്കാരൻ തൊട്ടടുത്ത കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ട്. അവനും മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്നവനാണ്. അവനും മാതാപിതാക്കളുണ്ട്, അവനും കുടുംബമുണ്ട്, അവനും നാടുമുണ്ട്. അവന്റെ നാട്ടിലും പള്ളിയും മദ്രസയും ഉണ്ടായേക്കാം. പക്ഷേ അവന്റെ കുടുംബം, മാതാപിതാക്കൾ, ഭാര്യ, കുട്ടികൾ എന്നതിനേക്കാളപ്പുറം അവന്റെ നാടിനെ കുറിച്ച് അവൻ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കില്ല. അവന്റെ നാട്ടിലെ പള്ളിയെ കുറിച്ച് അവൻ സംസാരിക്കുന്നത് കേൾക്കില്ല. അവരുടെ നാട്ടിലെ മദ്രസയെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കില്ല. അവരുടെ നാട്ടിലെ പാവപ്പെട്ടവനെ ശുശ്രൂഷിക്കുന്ന, രോഗിയെ ശുശ്രൂഷിക്കുന്ന, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന റിലീഫിനെ കുറിച്ച് ഒരിക്കലും ഒരു കേരളേതര സംസ്ഥാനത്ത് നിന്ന് അവിടേക്ക് ജോലിക്ക് വന്ന ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കില്ല. രണ്ടുപേരും ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഒരേപോലെ ശമ്പളം വാങ്ങുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരേ ക്യാമ്പിൽ കടന്നുറങ്ങുന്നു, ഒരേ സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് അവർ ജീവിക്കുന്നു. പക്ഷേ ഒരാൾ തന്റെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും പരിചരിക്കുന്നതോടൊപ്പം തന്റെ സമുദായത്തോടും നാടിനെയും പള്ളിയെയും മദ്രസയെയും കുറിച്ച് ചിന്തിക്കാൻ അവർ സമയം കണ്ടെത്തുന്നു. എന്നാൽ അവന്റെ അതേ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഈ ഗുജറാത്തിൽ നിന്നും ബീഹാറിൽ നിന്നും കടന്നു വന്ന ഈ ചെറുപ്പക്കാരൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. ഇതിന്റെ കാരണം അവനെല്ലാം എന്റെ രാജ്യം, എന്റെ സമുദായം എന്ന് ചിന്തിക്കാൻ ആവശ്യമായ ബോധമുണ്ട്. എന്റെ സമുദായം എന്ന് ചിന്തിക്കാനുള്ള ബോധം അവൻ ഉണ്ടാക്കി കൊടുത്തത് മതബോധം ഉണ്ടായതുകൊണ്ടാണ്. ഈ മതബോധം അവൻ ഉണ്ടാക്കി കൊടുത്തത് മതവിജ്ഞാനം ലഭ്യമായതുകൊണ്ടാണ്. ഈ മതവിജ്ഞാനം ആ ചെറുപ്പക്കാരൻ ഉണ്ടാക്കി കൊടുത്തത് പ്രാഥമിക തലം മുതൽ തന്നെ ദീനീ വിജ്ഞാനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇവിടുത്തെ പണ്ഡിതന്മാരുടെയും ഉലമാക്കളുടെയും ഉമറാക്കളുടെയും കൂട്ടായ്മയോടുകൂടി കേരളത്തിലെ മുസ്ലിം സമുദായം കൈവരിച്ച നേട്ടമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത്, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള കാരണവന്മാർ, രക്ഷിതാക്കൾ, ഗൗരവപൂർവ്വം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ നാട്ടിൽ നമ്മൾ സുന്ദരമായ ഒരു പള്ളി ഇതാ പണിതിരിക്കുന്നു. ഇവിടെ മദ്രസ ഉണ്ടാവാം. ഇവിടെ ഇപ്പോഴുള്ള ജമാഅത്തുകൾക്ക് ധാരാളം ചെറുപ്പക്കാർ ഉൾപ്പെടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ടാവാം. ഈ നാട്ടിൽ ദീനീ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ നല്ല സാന്നിധ്യം ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് സ്വസ്ഥമായി വീട്ടിലെത്തി ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ പെണ്ണെടുത്തുകൊണ്ട് എഴുതി വെക്കുക, ഇന്ന് നമ്മുടെ നാട്ടിലെ ദീനീ കാര്യങ്ങൾക്ക്, ഇവിടുത്തെ പള്ളിക്ക്, ഇവിടുത്തെ മദ്രസകൾക്ക്, ഇവിടുത്തെ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ആരൊക്കെയാണ്? വളരെ പെട്ടെന്ന് 10, 25, 30 പേരുകൾ നിങ്ങൾ എഴുതി വെക്കും. വളരെ പെട്ടെന്ന് എഴുതി വെക്കും. ആ പേപ്പർ ഒന്ന് മറിച്ചു വെച്ചുകൊണ്ട് 5 വർഷം കഴിഞ്ഞാൽ ഇവരെന്ന് നിർവഹിക്കുന്നതിനേക്കാൾ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. അവരെ നിർവഹിക്കുന്ന ആ നന്മയെങ്കിലും നിർവഹിക്കാൻ കഴിയുന്ന മറ്റൊരു 25 ആളുടെ പേര് നിങ്ങൾ ആ പേപ്പറിന്റെ മറുഭാഗത്ത് എഴുതാൻ ശ്രമിച്ചു നോക്കൂ. ആദ്യം എഴുതിയതിൽ നിന്ന് ഒരാൾ പോലും വരാതെ മറ്റൊരു 25 ആളുകൾ, ആ ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരിന്ന് പഠിക്കുന്നുണ്ട്, അവരിന്ന് വിദ്യാഭ്യാസം നേടുന്നുണ്ട്, നമുക്കിടയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ്.
അവരിൽ നിന്ന് മറ്റൊരു 25 ആൾ നാളെ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, മദ്രസയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, നാട്ടിലെ ദീനിയായ വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, ഈ ഉമ്മത്തിന്റെ സകലമായ കാര്യങ്ങൾക്കും സംരക്ഷണം കൊടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും ദീനിയായ നന്മകളാർന്ന കാര്യങ്ങൾക്ക് പ്രചോദനം നൽകാനും കഴിയുന്ന മറ്റൊരു 25 പേര് നിങ്ങൾ എഴുതാൻ ശ്രമിച്ചു നോക്ക്. ആ എണ്ണം പൂർത്തീകരിക്കാൻ എത്രത്തോളം നമുക്ക് സമയമെടുക്കേണ്ടി വരുന്നോ അത്രത്തോളം വലിയ ധാർമ്മിക പ്രതിസന്ധി നമ്മുടെ സ്വന്തം നാടും നമ്മുടെ സ്വന്തം വീടും നമ്മുടെ സ്വന്തം മഹല്ലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഗൗരവമായി ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത്രയും കാലം സുഖ സൗകര്യങ്ങളോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചത് നമ്മുടെ ആരുടെയും മഹത്വം കൊണ്ടല്ല, നമ്മുടെ പൂർവികരായ ആളുകൾ അധ്വാനിച്ചതിന്റെ ഫലമാണ്. അവർ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ്. അവർ പട്ടിണി കിടന്നതിന്റെ ഫലമാണ്. അവർ രാവും പകലും അധ്വാനിച്ചുകൊണ്ട് മദ്രസകളും പള്ളികളും കെട്ടിപ്പൊക്കാനും അതിന്റെ നന്മകൾക്ക് വേണ്ടി അധ്വാനിക്കാനും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് ത്യാഗം ചെയ്യേണ്ടതില്ല. ഇന്ന് സാമ്പത്തികമായ സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാസമ്പന്നരായ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ സൗകര്യങ്ങളും അനുകൂലമാണ്. പക്ഷേ നമ്മളാരും അധ്വാനിക്കാൻ തയ്യാറല്ല. നമ്മൾ കർമ്മരംഗത്ത് സജീവമാകാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികളായ എന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും, ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടാനും ദീനിന്റെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ പങ്കാളികളാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തമായ കൂട്ടായ്മക്ക് തുടക്കം കുറിക്കുന്നത് കൂടിയാവണം നമ്മുടെ ഈ ഓഫീസ് ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്നത്. കാരണം അങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരെ നമുക്കിടയിൽ പങ്കാളികളാക്കി നമ്മുടെ നല്ല നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ വലിയ അപകടകരമായ ഭാവിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. പ്രതിസന്ധികൾ നമ്മൾ സാധാരണ പ്രസംഗങ്ങളിലും ചർച്ചകളിലും ഒക്കെ പറയുന്നു. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ലോകത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇസ്ലാമിനോളം പ്രായമുള്ള ഒരു ഇസ്ലാമിനോളം പഴക്കമുള്ള ഒരു സാധാരണ പരാമർശങ്ങളാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനെന്നും വെല്ലുവിളിയുണ്ട്, അവനെന്നും ശത്രുക്കളുണ്ട്, അവനെന്നും ഭീഷണിയുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും വളർന്നു വരുന്ന ആ ഭീഷണികളെ ചെറുത്തു തോൽപ്പിക്കാനും അതിജയിക്കാനും മാത്രം നമ്മൾ ഓരോരുത്തരും സ്വയം കരുത്തു നേടുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശത്രുവിന്റെ വലുപ്പം ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല, ശത്രുവിന്റെ അജണ്ടകൾ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ ശത്രുവിനെ അതിജയിക്കാൻ മാത്രം ഈമാനികമായ ബോധവും ശക്തിയും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ടത്. ലോകത്തുടനീളം ഇസ്ലാമിന്റെ ശത്രുക്കൾ വളർന്നു വരുന്നു, ശരിയാണ്. ഇന്ത്യ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്, അതും ശരിയാണ്. കേരളത്തിൽ പോലും ഒരുപക്ഷെ ഇസ്ലാമിക സംസ്കാരത്തെയും വിശ്വാസ സംഹിതകളെയും നശിപ്പിക്കാനും നാമാവശേഷമാക്കുവാനും ഒക്കെയുള്ള ഒട്ടേറെ അജണ്ടകളുമായി പല രീതിയിൽ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിയും തുടരും. ഇത് കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായതാണ്. പക്ഷേ നാം ചിന്തിക്കേണ്ടത് ശത്രുവിനെ കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറം ആ ശത്രുവിനെ പ്രതിരോധിക്കാൻ മാത്രമുള്ള, അതിനെ അതിജയിക്കാൻ മാത്രമുള്ള ശേഷിയും കരുത്തും നമ്മൾ നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് ശത്രുവിനെ കുറിച്ച് നമ്മൾ വാചാലനാവണം? ആ ശത്രുവിനെ അതിജയിക്കാൻ ആവശ്യമായ കരുത്ത് നമുക്കില്ലെങ്കിൽ നമ്മൾ ശത്രുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതത് കാലങ്ങളിലെ പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതത് കാലങ്ങളിലെ സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോൾ പ്രതികരിക്കാനും അതിനെ പ്രതിരോധിക്കാനും അതിനതിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും നേതാക്കളും മുന്നോട്ട് വന്നത്. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ പ്രതിസന്ധിയോടുകൂടി ഇതാ വലിയ ഒരു വെല്ലുവിളി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പകച്ചു നിൽക്കാനല്ല അവർ മുന്നോട്ട് വന്നത്. അതത് കാലഘട്ടത്തിലെ ചുറ്റുപാടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനാവശ്യമായ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കാനാണ് അക്കാലത്ത് പണ്ഡിതന്മാരും നേതാക്കളും ശ്രമിച്ചിട്ടുള്ളത്. ആ പണ്ഡിതന്മാരുടെ അനുഗ്രഹീതമായ പാരമ്പര്യത്തിന് കീഴിൽ ജീവിക്കാൻ ഇന്ന് നമുക്ക് സൗഭാഗ്യം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ആർജവത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും സ്വയം കരുത്ത് നേടണം. നമുക്കറിയാം, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ മതസംഘടനകൾ എന്നൊക്കെ പറയുന്നത് ദീർഘമായ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഇസ്ലാമിക പ്രബോധന കർമ്മം നിർവഹിക്കപ്പെട്ടതിന് ശേഷം ദീർഘമായ 13.5 നൂറ്റാണ്ടിന് ശേഷമാണ് മതസംഘടനകൾ എന്ന് പറയുന്ന ചില സംഘടിത സ്വഭാവത്തിലൂടെയുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ടുള്ളത്.
നമ്മളെല്ലാം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന കർമ്മം ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ദീർഘമായ 13.5 നൂറ്റാണ്ട് കാലം ഒരു സംഘടനയുടെ പോലും ആവശ്യമില്ലാത്ത വിധം, ഒരു സമ്മേളനം നടത്തേണ്ട ആവശ്യമില്ലാത്ത വിധം, അങ്ങനെയുള്ള രീതികളൊന്നും അവലംബിക്കാതെ ഓരോ പ്രദേശങ്ങളിലുമുള്ള തഖ്വയുള്ള സാത്വികരായ പണ്ഡിതന്മാർ, സൂഫി വര്യന്മാർ അവരുടെ സാന്നിധ്യം കൊണ്ട്, അവരുടെ ആഹ്വാനം കൊണ്ട്, അവരുടെ ഉപദേശം കൊണ്ട് തന്നെ വലിയ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധിച്ച ഒരു വലിയ അനുഗ്രഹീതമായ സാന്നിധ്യമായി അവരുടെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളാനും അവരുടെ ഉപദേശത്തിന് കീഴിൽ ജീവിക്കാൻ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് സാധിച്ചു. അന്ന് സമ്മേളനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല, അന്ന് അതേപോലെയുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ആവശ്യമില്ല. എന്താണ് ആ പണ്ഡിതന്മാര് പറയുന്നത്? ആ പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഐക്യത്തോടുകൂടി ജീവിച്ചിരുന്ന സാഹചര്യം. മുസ്ലിം സമൂഹത്തിൽ സംശയമുണ്ടാകും, ആശയക്കുഴപ്പങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും. പക്ഷെ ആ തർക്കങ്ങളെല്ലാം ആ പണ്ഡിതന്മാരുടെ അവസാന വാക്കോടുകൂടി തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നല്ല കാലം. ഇന്ന് നമ്മളൊക്കെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുമ്പോൾ സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ നമ്മൾ പറയും, അതൊന്നും എന്നോട് പറയണ്ട, ഒക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു വാചകമാണ്, അതൊന്നും എന്നോട് പറയണ്ട, അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇന്നതൊരു തമാശയുടെ പ്രയോഗമായിരുന്നെങ്കിൽ ഒരു കാലത്ത് ഈ നാട്ടിലെ വ്യവസ്ഥിതിയായിരുന്നു അത്. മുസ്ലിം സമുദായത്തിൽ എന്ത് ആശയക്കുഴപ്പമുണ്ടായാലും, എന്ത് തർക്കമുണ്ടായാലും, എന്ത് വിഭാഗീയതയുണ്ടായാലും അത് പണ്ഡിതന്മാരടുക്കൽ ചെന്നുകൊണ്ട്, പള്ളിയിൽ ചെന്നുകൊണ്ട്, ഖാദിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവിടെ വിശദമായിട്ട് അവതരിപ്പിക്കുകയും അവിടെ നിന്നുകൊണ്ട് മതപരമായ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനക്ഷരം പ്രതി അനുസരിക്കുന്ന വിശ്വാസതയുള്ള പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു സുവർണ കാലഘട്ടം. അപ്പൊ പിന്നെ അഭിപ്രായ വ്യത്യാസത്തിന് പ്രസക്തിയില്ല. ഏതെങ്കിലും പുതിയ പുതിയ വാദങ്ങൾ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചാൽ പോലും ആ പണ്ഡിതന്റെ അവസാന തീർപ്പോടുകൂടി എല്ലാം അവസാനിക്കപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്നൊരു കാലം. പക്ഷേ അന്നത്തെ പ്രതിസന്ധികളെയും അന്നത്തെ പ്രതിയോഗികളെയും ഒക്കെ ആ അർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ ആഹ്വാനം കൊണ്ടും അതിജയിക്കാൻ അന്നത്തെ മുസ്ലിം സമൂഹത്തിന് കരുത്തുണ്ടായിരുന്നു. മുസ്ലിം സമൂഹം അത്രമേൽ ഈ പണ്ഡിതന്മാരുടെ വിശ്വാസ്യതയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി അവർ ജീവിച്ചു പോന്നു. പിൽക്കാലത്താണ് മുസ്ലിം ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാനും മറ്റുമൊക്കെയായി വിദേശത്തുള്ള ചില പത്രപ്രസിദ്ധീകരണങ്ങളുടെ സ്വാധീനത്താൽ കേരളത്തിൽ പോലും, നമ്മുടെ മലയാളക്കരയിൽ പോലും ഇതേപോലെയുള്ള ആത്മീയമായ സാന്നിധ്യമുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും സൂഫി വര്യന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ആത്മസംസ്കരണം ലഭിച്ചുകൊണ്ട് വളരെ അന്തസ്സോടുകൂടി ജീവിച്ചിരുന്ന മുസ്ലിം സമൂഹത്തിനിടയിലാണ് പുതിയ ചില വാദങ്ങൾ ഉയർന്നു വന്നത്. പുതിയ വാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഒരിക്കലും അതിനു മുമ്പിൽ പകച്ചു നിൽക്കാനല്ല അന്നത്തെ പണ്ഡിത നേതൃത്വം മുന്നോട്ട് വന്നത്. ഇതിപ്പോ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നമുക്ക് അതിജയിക്കണം എന്ന ആ താല്പര്യത്തോടുകൂടി അവർ സത്യസന്ധമായി ഇനി ഇതിനെ സംഘടിതമായി നേരിടാനുള്ള മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത് എന്ന തിരിച്ചറിവാണ് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പ്രസ്ഥാനം, ഞാൻ ദീർഘമായി അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. 90 വർഷം ആ പണ്ഡിത പ്രസ്ഥാനം ഇന്ന് അതിന്റെ പ്രവർത്തന മേഖലയിൽ അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട സംഗതി, ഇന്ന് ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും വളരെ നിഷ്പക്ഷമായി അന്വേഷിക്കാവുന്ന ഒരു സംഗതിയാണ് കേരളത്തിലെ മതസംഘടനകൾ ഈ സമുദായത്തിന് മുമ്പിൽ എന്ത് സംഭാവന അർപ്പിച്ചു. മതസംഘടനകൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ അവരെന്ത് സംഭാവന അർപ്പിച്ചു. എത്ര സമ്മേളനം നടത്തി എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്, അവരെത്ര പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ല, അവരേതെല്ലാം വാദമുഖങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ നിരത്തി എന്നുള്ളതല്ല. ഒരു സമുദായം എന്ന അർത്ഥത്തിൽ ആ സമുദായത്തിന്റെ ആരോഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിന് അവസരം ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിപ്പിച്ചുകൊണ്ട് നടപ്പാക്കി വിജയിപ്പിച്ചു കൊടുത്ത ആ അർത്ഥത്തിൽ കേരളത്തിലെ മതസംഘടനകൾ എന്ത് സംഭാവനയാണ് ഈ സമുദായത്തിനു വേണ്ടി നിർവഹിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് എന്ത് നന്മകൾ ചെയ്തു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക. ഇതില്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് ഇതില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഒന്ന് തിരിച്ചു വരുമ്പോഴാണ് അതിന്റെ കൂടുതൽ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരിക. പല ആളുകളും ഇതില്ലാത്തതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചോ
ഈ നേതൃത്വത്തിന്റെ ഈ സാന്നിധ്യത്തിന്റെ ഈ നേതൃത്വത്തിന്റെ ഒരു അസാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചോ നമുക്കാർക്കും അറിവില്ല. കാരണം നമ്മൾ ജനിച്ചത് മുതൽ അങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല. അല്ലാമ ഷിറാസിയുടെ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്ന ഒരു രാജാവും അംഗരക്ഷകരും ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അംഗരക്ഷകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഒന്ന് താഴോട്ടിറങ്ങിയാൽ അവിടെ ഒരു പുഴയുണ്ട്, പുഴ അക്കരെ കടന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താം. അങ്ങനെ അംഗരക്ഷകന്റെ ഉപദേശം കേട്ട് രാജാവും അംഗരക്ഷകരും പുഴയിലേക്ക് ഇറങ്ങി. പുഴയിൽ വന്ന് നോക്കുമ്പോൾ നിറച്ച് വെള്ളമാണ്. അവർ തോണിക്കാരനെ പെട്ടെന്ന് സംഘടിപ്പിച്ചു. തോണിക്കാരനെ സംഘടിപ്പിച്ച് ഇനി തോണിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ് എന്ന് കണ്ടപ്പോൾ അംഗരക്ഷകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് തോണിയിൽ കയറുകയാണ്, എനിക്ക് പേടിയാകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായി തോണിയിൽ കയറുന്നു, എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അംഗരക്ഷകർ പറഞ്ഞു, നമ്മൾ രാജാവിന്റെ കൂടെയല്ലേ പോകുന്നത്, സുരക്ഷിതമായിട്ട് അക്കരെ എത്താം, പ്രയാസപ്പെടുന്നു വേണ്ട, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. രാജാവും അംഗരക്ഷകരും തോണിയിൽ കയറി. തോണി ഏകദേശം പുഴയുടെ മധ്യത്തിലേക്ക് ഇങ്ങനെ എത്താൻ തുടങ്ങിയപ്പോൾ ഈ വെള്ളമൊക്കെ കണ്ടിട്ട് ഈ അംഗരക്ഷകൻ മെല്ലെ മെല്ലെ കരയാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകരായ അംഗരക്ഷകർ പറഞ്ഞു, കരയണ്ട, നമുക്ക് സുരക്ഷിതമായിട്ട് അക്കരെ എത്താം, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. തോണി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന പുഴയുടെ മധ്യത്തിലെത്തിയപ്പോൾ ഇവന്റെ എല്ലാ നിയന്ത്രണവും വിട്ടിട്ട് ഉറക്കണ നിലവിളിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ രാജാവിന് ദേഷ്യം പിടിച്ചു. രാജാവ് പറഞ്ഞു, അവനെ പിടിച്ചിട്ട് പുഴയിലേക്ക് എറിഞ്ഞോളാൻ പറഞ്ഞു. അവനെ പിടിച്ചിട്ട് പുഴയിലേക്ക് എറിയാൻ പറഞ്ഞപ്പോൾ അംഗരക്ഷകർ, രാജാവിന്റെ കൽപ്പനയാണ്, നിർവാഹമില്ല, അംഗരക്ഷകർ മനസ്സില്ലാ മനസ്സോടെ ഇവനെ പിടിച്ചിട്ട് പുഴയിലേക്കിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും ഇവനിങ്ങനെ കട്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ രാജാവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി വേണമെങ്കിൽ തോണിയിലേക്ക് എടുത്തിട്ടു എന്ന് പറഞ്ഞു. അവർ അംഗരക്ഷകർ വളരെ പെട്ടെന്ന് അവനെ പിടിച്ചിട്ട് തോണിയിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ അങ്ങനെ തോണി ഇങ്ങനെ അക്കരയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ ഇവൻ കരയണോ നിലവിളിക്കണമെന്നും കാണില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, ഇപ്പം എന്താ പേടില്ലേ എന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു, ആ പുഴയേക്കാൾ സുരക്ഷിതം ഈ തോണിയാന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പല ആളുകളും ചോദിക്കാൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പുതിയ ചെറുപ്പക്കാർക്കിടക്കയിലുള്ള ഒരു ചോദ്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഞങ്ങളൊരു 10,000 മദ്രസന്റെ കണക്ക് പറയാറുണ്ട്. ആ മദ്രസ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ? ഞങ്ങൾ നാട്ടുകാർ പൈസ വിരിച്ചിട്ടല്ലേ മദ്രസ ഉണ്ടാക്കിയത്? ഞങ്ങൾ നാട്ടുകാർ കാശ് വിരിച്ചിട്ടല്ലേ മദ്രസ ഉണ്ടാക്കിയത്? അതിൽ സമസ്തക്ക് എന്താ റോള്? അവിടുത്തെ മുഅല്ലിങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങൾ നാട്ടുകാർ ഒരു സംഖ്യ വിരിച്ചിട്ടല്ലേ? അതിലെന്താ സമസ്തക്ക് റോള്? അതിന് പുറമെ നിങ്ങളോരോ പിരിവും നിങ്ങളോരോ പരീക്ഷയും അതിന് പരീക്ഷ ഫീസൊക്കെ ഞങ്ങൾ നാട്ടുകാർ കൊടുക്കണം. വേറെ എന്താ നിങ്ങൾക്ക് എന്താ റോള് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മാത്രമല്ല മദ്രസ നടത്തുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് മദ്രസ ബോർഡുണ്ട്, മുജാഹിദ് വിഭാഗങ്ങൾക്ക് മദ്രസ ബോർഡുണ്ട്, തബ്ലീഗ് ജമാഅത്തിന് മദ്രസ ബോർഡുണ്ട്. ഇവിടെ ഏതെല്ലാം മതസംഘടനകളുണ്ടോ അവർക്കൊക്കെ സ്വന്തമായി മദ്രസ കരിക്കുലം, പാഠപുസ്തകങ്ങൾ, മദ്രസ ബോർഡുണ്ട്. പക്ഷേ എല്ലാവരും വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത്, ഒരുപക്ഷെ നമ്മളെക്കാൾ പുരോഗമനവാദികളും പരിഷ്കരണവാദികളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന സംഘടനാ സംവിധാനങ്ങളും അവർക്കെല്ലാം മദ്രസ ബോർഡ് ഉണ്ടെങ്കിലും എന്താണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും സ്വന്തമായി ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി മദ്രസകൾ സ്വന്തം നാട്ടിലെ പണം കൊണ്ട് പിരിച്ചുണ്ടാക്കി കേട്ടിയിട്ടും അതിന് സമസ്തയുടെ അംഗീകാരം വാങ്ങാൻ പോകണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. നാട്ടുകാർ പിരിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞാലും നാട്ടുകാരുണ്ടാക്കി എന്ന് പറഞ്ഞാലും നാട്ടുകാരുടെ സംഭാവനയാണെന്ന് പറഞ്ഞാലും എന്താണ് ഈ മദ്രസ ബോർഡുകളൊക്കെ ഇവിടെ ഉള്ളപ്പോഴും അവിടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമാണ് നമ്മുടെ മദ്രസക്ക് വേണ്ടതെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന, ഒരുപക്ഷെ 95% വരുന്ന മദ്രസകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്താണ്? ഈ നേതൃത്വം ദീൻ പറഞ്ഞു കൊടുത്താലേ അത് പരിശുദ്ധമായി ഇസ്ലാമിന്റെ സമ്പൂർണതയിലേക്ക് എത്തുകയുള്ളൂ എന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഒരു സാമാന്യ ബോധമാണ്. അവർ നേടിയെടുത്തൊരു വിശ്വാസ്യതയാണത്. ആ വിശ്വാസ്യത എന്ന് പറയുന്നത് സത്യസന്ധമായി ദീനിന്റെ നിയമങ്ങളെ, ദീനിന്റെ വിധിവിലക്കുകളെ സമയബന്ധിതമായി സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കാനും അത് പ്രഖ്യാപിക്കാനും ആ നിലപാടുകൾ വളരെ വ്യക്തമായി സുതാര്യമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാ കാലത്തും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ സംഭാവന. പള്ളികളും മദ്രസകളും ദർസുകളും
അറബി കോളേജുകളും യതീംഖാനകളും ഒട്ടേറെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി എന്നതിനേക്കാൾ അപ്പുറം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ സത്യസന്ധമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ആവശ്യമായ നേതൃപരമായ പങ്കാളിത്തം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചു എന്ന് നമ്മൾ കാണണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും 90 വർഷത്തെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇപ്പോഴും ഒരു അഖിലേന്ത്യാ കമ്മിറ്റി ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വലിയ അവകാശവാദമൊന്നും നമ്മുടെ സംഘടന ഉന്നയിക്കാറില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ നമ്മൾ മലബാറിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. 90-ാം വാർഷികത്തോടുകൂടി വലിയൊരു കുതിച്ചുചാട്ടം തെക്കൻ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും അതേപോലെ ദാൽഹുദയുടെ സംവിധാനങ്ങളൊക്കെ ആയിട്ട് വളരെ നാമമാത്രമായ സാന്നിധ്യങ്ങളാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ളത്. വളരെ നാമമാത്രമായ സാന്നിധ്യങ്ങൾ. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബദലായി അവകാശപ്പെടുന്ന കേരളത്തിലെ ഏത് മതസംഘടനകൾ നിങ്ങൾ പരിശോധിച്ചു. ഞാൻ ആരെയും മോശമാക്കി കാണാനോ അല്ലെങ്കിൽ ചെറുതാക്കി കാണാൻ വേണ്ടി പറയുന്നതല്ല, അവരെ വലുതാക്കി കാണാൻ വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്നതിൻ്റെ പേര് തന്നെ. അഖിലേന്ത്യാ തലത്തിൽ അവർക്ക് കമ്മിറ്റികളുണ്ട്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേക ശൂറകളുണ്ട്. വലിയ സംവിധാനമാണ് അവരവകാശപ്പെടാറുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം അഹ്ലെ ഹദീസ് പോലെയുള്ള അവരുടെ സമാന മനസ്കരുമായി യോജിച്ചുകൊണ്ട് ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റ് പോലുള്ള ദേശീയ തലത്തിൽ അവർ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ട്. തബ്ലീഗ് ജമാഅത്ത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അവകാശപ്പെടാറുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് 89-ൽ മാറ്റി നിർത്തപ്പെട്ട വിഭാഗം പുതിയൊരു സംഘടന ഉണ്ടാക്കിയപ്പോൾ ആദ്യം യൂണിറ്റ് കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും ഉണ്ടാക്കാനല്ല പോയത്, ആദ്യം അഖിലേന്ത്യാ സെക്രട്ടേറിയറ്റ് അവിടുന്ന് ഇങ്ങോട്ടാ വന്നത്. അവരും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അവകാശപ്പെടാറുള്ളത്. എല്ലാ സംഘടനകളും അവരെല്ലാം അവകാശപ്പെടാറുള്ളത് ഞങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു, ഞങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങളിലും ശാഖകളുണ്ട്, അവിടെയെല്ലാം സാന്നിധ്യമുണ്ട്. ഒരൊറ്റ ലളിതമായ ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ യാതൊരു സാന്നിധ്യവുമില്ലാത്ത, എന്നാൽ ഈ പറയപ്പെട്ട ആളുകൾക്ക് സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്ന കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഏതെങ്കിലും ഒരു ജില്ലയിൽ, ഒരു ഗ്രാമത്തിലെങ്കിലും കേരളത്തിലെ മുസ്ലിം മഹല്ലുകൾക്ക് സമാനമായ ഒരു മഹല്ലിന്റെ അന്തരീക്ഷം ഉള്ള ഒരു പ്രദേശം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അപ്പൊ അതിന് ഒരു കൃത്യമായ മറുപടി ഉണ്ട്. അവിടുത്തെ സാമൂഹ്യ സാഹചര്യവും ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഈ നേടിയെടുക്കുന്നത് പോലെ അവിടെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യമുള്ള കർണാടകയിലെ പ്രദേശങ്ങൾ, തമിഴ്നാട്ടിലെ പ്രദേശങ്ങൾ, ആന്ധ്രാപ്രദേശിലെ ചില പ്രദേശങ്ങൾ, ദാൽഹുദയുടെയും സുന്നി മഹല്ല് ഫെഡറേഷന്റെയും അതേപോലെ സമസ്തയുടെയും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമുള്ള കേരളത്തിന് പുറത്തുള്ള ആ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ നിങ്ങൾ പോയി നോക്കൂ. നമ്മുടെ നാട്ടിലുള്ള ഈ ഗ്രാമാന്തരീക്ഷത്തിലൊക്കെ അവിടെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അതിന്റെ പരിസര പ്രദേശത്തുള്ള മുസ്ലിം വീടുകളിലെ ചെറുപ്പക്കാരും കുട്ടികളും വൃദ്ധന്മാരും അടക്കം ജുമാ ജമാഅത്തുകളിലേക്ക് പാഞ്ഞെടുക്കുന്നതിന് സമാനമായ ഒരു ഗ്രാമീണമായ അന്തരീക്ഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യമുള്ള ആ പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇതൊരു അവകാശവാദമല്ല, ആർക്കും പോയി നോക്കിയാൽ കാണാവുന്നതാണ്. ഇതിന്റെ കാരണം എന്താണ്? സത്യസന്ധമായി നല്ല നീയത്തോടുകൂടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അത്തരത്തിലുള്ള മഹാരഥന്മാരായ സാത്വികരായ സൂഫിവര്യന്മാരുടെ ആ ഉദ്ദേശശുദ്ധിയിൽ നിന്ന് കിളിർത്തുണ്ടായിട്ടുള്ള ആ നന്മകൾക്ക് അതിൻ്റെതായ വ്യത്യാസവും അതിൻ്റെതായ ഫലപ്രാപ്തിയും ഇന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സമസ്തയല്ലാത്ത ഏതൊരു പ്രസ്ഥാനത്തെയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാടുകളിൽ അവർ യൂണിറ്റ് ഉണ്ടാക്കിയാൽ അവരുടെ ഒന്നാമത്തെ അജണ്ട എന്താണ്? ഞാനൊരു സംഘടനയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സമസ്തയല്ലാത്ത മറ്റൊരു മതരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന ഒരു നാട്ടിൽ യൂണിറ്റ് ഉണ്ടാക്കിയാൽ അവിടെ ആദ്യത്തെ അജണ്ട എന്താണ്? അവർക്കൊരു പള്ളി ഉണ്ടാക്കണം, അവർക്കൊരു മദ്രസ ഉണ്ടാക്കണം, അവർക്ക് സ്വന്തമായൊരു സംഘടനാ സംവിധാനം ഉണ്ടാകണം. ഇതിനേക്കാൾ അപ്പുറം ആ നാട്ടിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ദീനിനെ നിലനിർത്തണം, അവരെ സംസ്കരിക്കണം, അവിടെയുള്ള ധാർമ്മികതയെ വിഭാവനം ചെയ്യണം. അങ്ങനെ ഇസ്ലാമികമായ ഒരു പ്രബോധന ദൗത്യം, ഒരു ദഅവാ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു അജണ്ട ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള നിക്ഷിപ്തമായ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൂട്ടി ഇസ്ലാമികമായ ബോധത്തോടുകൂടി വളർത്തിയെടുക്കാനും നാട്ടിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ അതിന്റെ
ചാലക ശക്തികളാക്കി വളർത്തിയെടുക്കാൻ ആവശ്യമായ ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഓരോ കാലത്തും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് അവസരത്തിനൊത്തുയർന്നുകൊണ്ട് ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ഒരു സംഘടന ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷമാണ് നമ്മൾ കണ്ടത് 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ അക്കാലം അത്രയും ഇവിടെ അസംഘടിതമായി പ്രവർത്തിച്ചിരുന്ന മദ്രസകളും ഒത്തുപള്ളികളും ഒക്കെ പലതും ഇവിടുത്തെ സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. 47 രാജ്യം ഒരു ജനാധിപത്യ മതേതര രാജ്യം എന്ന തലത്തിലേക്ക് സ്വാതന്ത്ര്യം നേടിയപ്പോൾ സ്വാഭാവികമായും സർക്കാർ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ ഒരു പ്രത്യേക മതസമുദായത്തിന്റെ മതാധ്യാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതാ നമ്മുടെ എല്ലാ വാതിലും അടഞ്ഞുപോയി, ഇനി നമുക്ക് വഴികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വന്നത്. അന്ന് അവസരത്തിനെത്ത് ഉയർന്നുകൊണ്ട് അന്ന് നമ്മുടെ നാട്ടിലെ സാഹചര്യം എന്താണ്? രാജ്യം സ്വാതന്ത്ര്യം നേടിയതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ കലാപങ്ങളും ലഹളകളും നടന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആ അർത്ഥത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. മലബാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട് കടത്തപ്പെടുകയോ തുറുങ്കിലടക്കപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്തവരുടെ പിന്മുറക്കാരായി പട്ടിണി പാവങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മലബാറിലെ മുസ്ലിങ്ങൾ, സാമ്പത്തികമായി യാതൊരു സ്വാധീനവുമില്ല, വളരെ പ്രതിസന്ധിയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് സമസ്തയുടെ പണ്ഡിതന്മാർ, ആ നേതാക്കന്മാർ എന്താ പറഞ്ഞത്? ഏതായാലിപ്പോ സ്വാതന്ത്ര്യമൊക്കെ നേടി കലാപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ കലാപത്തിന്റെ കെടുതികൾ അവസാനിച്ചിട്ടില്ല, വലിയ പട്ടിണിയിലും പരിവട്ടത്തിലും കഷ്ടപ്പാടിലുമാണ്, അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്നൊക്കെ മോചനം നേടിയിട്ട് നമുക്ക് നമ്മുടെ മദ്രസയെക്കുറിച്ചും ദീനീ പഠനങ്ങളെക്കുറിച്ചും ആലോചിക്കാം എന്നല്ല അവർ ചിന്തിച്ചത്. 1947 ഈ പ്രതിസന്ധി വന്നപ്പോ 1949 സമസ്തയുടെ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് അതിനാവശ്യമായ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി 2 മുബല്ലിഗുമാരെ നിശ്ചയിച്ച് 1951 ആയപ്പോഴേക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ പോലെ വെല്ലുന്ന വിധത്തിൽ വ്യാപകമായി മദ്രസ സംവിധാനം നിലനിർത്താനും അത് രൂപീകരിക്കാനും ഇവിടെ മതപഠന സംരംഭത്തിന്റെ മേഖലയിൽ കിടയേറ്റ ഒരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി, ആ പ്രതിസന്ധികളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് അതിനതിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾക്ക് എല്ലാ കാലത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നിൽ നിന്നിട്ടുണ്ട് എന്ന് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. പിന്നെ ഓരോ അവാന്തര വിഭാഗങ്ങൾ കടന്നു വരുമ്പോഴും ഓരോ ബിദഈ ആശയങ്ങൾ കടന്നു വരുമ്പോഴും ഈ സമുദായത്തെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ആവശ്യമായ ഏത് ശക്തികൾ കടന്നു വരുമ്പോഴും അവരെയൊന്നും മുഖം നോക്കാതെ തെറ്റാണെങ്കിൽ തെറ്റെന്നും ശരിയെങ്കിൽ ശരിയെന്നും തുറന്നു പറയാനുള്ള ആർജവം കാണിക്കാൻ എന്നും തന്റെ ഇടം കാണിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പല ആളുകൾക്കും വലിയ ഒരു സംശയം, ഇവരിങ്ങനെ പിഴച്ചവരാരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നടക്കുന്ന ഒരു സംഘടനയാണ് എന്ന് പരിഹസിക്കാറുണ്ട്. സമസ്തന്റെ പരിപാടി അതാണ്. അവര് 1945 ഇന്ന ആൾക്കാർ പഴച്ചാന്ന് പറഞ്ഞു, 55 മറ്റേ ടീം പഴച്ചാന്ന് പറഞ്ഞു, 60 ഇവർ പഴച്ചാന്ന്, ഇവരിങ്ങനെ കൊല്ലം ഓരോ ആളുകളെ പഴപ്പിച്ചു വിടുന്ന ടീമാണ്. നിങ്ങൾ ആലോചിക്കണം, ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാന ക്രമങ്ങളിലും അതിന്റെ നിയമങ്ങളിലും മായം ചേർക്കാനും വേണ്ടി ഓരോ കക്ഷികൾ ഓരോ കാലത്തും വരുമ്പോ ഇതിന്റെ ശരിതെറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായ ഒരു നേതൃത്വം നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇതുണ്ടായിട്ട് തന്നെ പുതിയ മുഫ്തിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ആലോചിക്കണം. ഈ രീതിയിൽ ഓരോരുത്തരും മതനിയമങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാനും സ്വയം ഫത്വ കൊടുക്കാനും സ്വയം തീരുമാനങ്ങൾ പറയാനും ഒക്കെ രംഗത്ത് വരുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള ഒരു പണ്ഡിത പ്രസ്ഥാനം അതിന്റെ ശരിതെറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഓരോരുത്തർക്കും ഇങ്ങനെ വിഭജിച്ച് ഇങ്ങനെ ശത്രുക്കൾക്ക് ഏതവസരത്തിലും നുഴഞ്ഞു കയറാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഈ സമൂഹമാകുമായിരുന്നു. പക്ഷേ ഭദ്രമായ ഒരു സാമൂഹ്യ ചുറ്റുപാട് ഇന്നും മതരംഗത്ത് കേരളത്തിൽ നിലനിൽക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമയബന്ധിതമായി അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞാൽ അത് ദീനീ പ്രബോധന മേഖലയിൽ അത് സ്വാഭാവികമാണ്. കാരണം ദീനിന് നിരക്കാത്ത, ഇസ്ലാമിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏത് തെറ്റുകളും പിഴവുകളും ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക വിശ്വാസിയുടെ അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്.
പ്രത്യേകിച്ച് ദീനീ പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരാ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതിനൊട്ടും താമസിക്കുന്ന ഒരു നിലപാടിലേക്കല്ല ആ വിഷയങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഒരു പക്ഷേ പലപ്പോഴും അങ്ങനെ പറയേണ്ടിയിരുന്നോ, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ എന്ന് തോന്നുന്ന സംഭവങ്ങൾ പോലും ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായപ്പോഴും അതിനൊക്കെ വലിയ അംഗീകാരം പ്രാമാണികമായി ലഭ്യമായിട്ടുള്ളതാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകന്റെ ശത്രുവായിരുന്ന അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് എന്ന് പറയുന്ന ആ സ്വഹാബിയുടെ അദ്ദേഹത്തിന്റെ പിതാവ് വന്നുകൊണ്ട്, ആ സ്വഹാബിയുടെ പിതാവ് ജറാഹ് എന്ന അദ്ദേഹത്തിന്റെ പിതാവ് വന്നുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരസ്യമായിട്ട് തെറി വിളിച്ചപ്പോ ഈ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അങ്ങേ തെറി വിളിക്കുന്ന എന്റെ പിതാവൊക്കെയാണ്, പക്ഷെ എനിക്ക് സഹിക്കണില്ല. അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ഞാനിപ്പോൾ അദ്ദേഹത്തെ ശരിയാക്കി കളയാന്ന് പറഞ്ഞു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വിലക്കി. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും, മുഹമ്മദെ, നീ ഇത്ര ആർജവമുള്ള ആളാണെങ്കിൽ ഞാനുമായി യുദ്ധത്തിന് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ, പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും തെറി വിളിക്കാൻ തുടങ്ങി. രണ്ടാമതും തെറി വിളിക്കാൻ വന്നപ്പോ വീണ്ടും ഈ സ്വഹാബി പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് സമ്മതം ചോദിച്ചു. അങ്ങനെ എനിക്ക് സമ്മതം തന്നെ, എനിക്കത് സഹിക്കണില്ല. പ്രവാചകരെ തെറി വിളിക്കുന്ന സ്വന്തം പിതാവായിട്ട് പോലും ഇങ്ങനെ പ്രവാചകരെ തെറി വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അങ്ങ് സമ്മതം തരണം എന്ന് പറഞ്ഞ് രണ്ടാമതും ചെന്നപ്പോഴും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് മടക്കി അയച്ചു. മൂന്നാമത് വീണ്ടും ആക്രോശിച്ചുകൊണ്ട് ഈ സ്വഹാബിയുടെ പിതാവ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തെറിയഭിഷേകം ചെയ്തുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് വന്നപ്പോ പിന്നെ ഈ പുത്രൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നേരെ സ്വന്തം പിതാവിന്റെ അടുത്ത് നിന്നിട്ട് പിതാവിന്റെ തലയാണ് വെട്ടിയിട്ട് പിതാവിന്റെ തല അദ്ദേഹത്തിന്റെ വാൾത്തുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഹാജരായി. ഇത് കണ്ടപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്തൊരു മനോവിഷമം. കാരണം എന്തായാലും ഒരു മകൻ ബാപ്പാന്റെ തലയിൽ വെട്ടിയിരിക്കുന്നത്, എന്നെ തെറി വിളിച്ചിട്ടാണെങ്കിലും എന്നെ തെറി വിളിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത തൻ്റെ ഒരു അനുയായിയുടെ ആ രോഷപ്രകടനമാണെങ്കിലും എന്തായാലും ഒരു പിതാവിന്റെ തല വെട്ടിയിരിക്കുന്നു എന്ന് കണ്ടപ്പോ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് വിഷമം തോന്നിയപ്പോ അപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായിട്ട് ഇറങ്ങിയിട്ട് അള്ളാന്റെ റസൂലിനോട് പറയാൻ, ഇവൻ അള്ളാന്റെ കക്ഷിയിൽപ്പെട്ട ആളാണ്, ഇവൻ അള്ളാഹുവിന്റെ കക്ഷിയാണ്, ഉലൈക ഹിസ്ബുല്ലാഹ്, ഇവൻ അള്ളാഹുവിന്റെ പാർട്ടിയിൽപ്പെട്ട ആളാണ്. സ്വന്തം പിതാവിന്റെ തലവെട്ടിയ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹുവിന്റെ പാർട്ടിയിൽപ്പെട്ടയാളായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഹിയുമായിട്ട് വന്നിട്ട് അവിടെ പ്രഖ്യാപിക്കപ്പെടുക. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായി നിലപാടുകൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതൊരു പുതിയ തുടക്കമൊന്നുമല്ല, അതൊരു പുതിയ സ്വഭാവവിശേഷങ്ങളൊന്നുമല്ല. അതാരുടെ ഭാഗത്തുള്ള തെറ്റാണ് എന്നതിനേക്കാളപ്പുറം ഇസ്ലാമിനന്യമായി, ഇസ്ലാമിക സമൂഹത്തിനന്യമായ, ദീനിന്റെ പ്രമാണങ്ങൾക്ക് അന്യമായ അത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രമാണങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദീനീ പ്രവർത്തനത്തിന്റെ, ദീനീ സംഘടനയുടെ ബാധ്യതയാണ്. ഈ ഉത്തരവാദിത്വം ദീനീ സംഘടനകൾ നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ സംഘടനയുടെ പ്രസക്തി എന്താണ്? മതപരമായ കാര്യങ്ങൾ, അതിന്റെ ശരിതെറ്റുകൾ യഥാസമയം സമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാനും ആ ഉത്തരവാദിത്വം സമൂഹത്തിൽ നിർവഹിക്കാനും ഒരു മതസംഘടന പ്രാപ്തമല്ലെങ്കിൽ, ഒരു നേതൃത്വം പ്രാപ്തമല്ലെങ്കിൽ പിന്നെ ആ സംഘടനക്ക് എന്ത് പ്രസക്തിയാ സമൂഹത്തിലുള്ളത്? ആ സംഘടനക്ക് എന്ത് പ്രസക്തിയുള്ള? പിന്നെ അങ്ങ് സംഘടനയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ മതരംഗത്ത് ഇന്നത്തെ കാലത്ത് പുതിയ സമൂഹത്തിൽ ഒരു സംഘടന എന്ന് പറയുന്നത്, മതസംഘടനകൾ എന്ന് പറയുന്നത്, മതപണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വങ്ങൾ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും ശരിതെറ്റുകളെ വളരെ കൃത്യമായി നിർണയിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ മാർഗങ്ങളെ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി വരച്ചു കാണിച്ചു കൊടുക്കുക. ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ പണ്ഡിതന്മാരാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. അല്ല എല്ലാവർക്കും അനുസരിച്ച് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ സൂഫി സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിട്ട് നല്ല ഫോട്ടോയും പത്രത്തിലും ചാനലും വാർത്തയൊക്കെ വരും. എല്ലാവർക്കും അനുസരിച്ച് നിൽക്കുക. മോഡിക്കനുസരിച്ച് സുന്നിയാണെങ്കിൽ അങ്ങനെ അല്ല,
മറ്റേ ആൾക്കനുസരിച്ച് സുന്നിയാണെങ്കിൽ അങ്ങനെ ഓരോ ആളുകൾക്കും അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരുതരം അമ്മായിക്കളി കളിക്കുന്ന പണ്ഡിതന്മാരാണെങ്കിൽ അത്തരം പണ്ഡിത പ്രസ്ഥാനങ്ങൾക്കും പണ്ഡിതന്മാർക്കും നമ്മൾ ഒരു ദീനീ സമൂഹത്തിൽ എന്ത് റോളാണുള്ളത്, എന്ത് ഉത്തരവാദിത്വമാണ് അവർക്ക് നിർവഹിക്കാനുള്ളത്? മാത്രമല്ല അത്തരം ആളുകളെ, അത്തരം കൊട്ടാര പണ്ഡിതന്മാരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ സമൂഹത്തിന് എത്രത്തോളം വലിയ അപകടകരമാണ് വരുത്തി വെച്ചിരിക്കുന്നത് എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ നമ്മുടെ കൈകളിലേക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ ആ സമ്പൂർണതയോടുകൂടിയുള്ള ആശയങ്ങളെ അതിന്റെ അതേ സമ്പൂർണതയോടുകൂടി അതിന്റെ സമ്പൂർണമായ ഐശ്വര്യത്തോടുകൂടി തൊട്ടടുത്ത തലമുറക്ക് കൈമാറാൻ ഞാൻ കാരണമാകണം, ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന ബാധ്യത, എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാവണം. അത് സംഘടനകൾക്ക് മാത്രമല്ല, ഒരു ബാപ്പയെ സംബന്ധിച്ചിടത്തോളം ആ ബാപ്പയെ സംബന്ധിച്ചിടത്തോളം താൻ നേടിയിട്ടുള്ള ദീനീ വിദ്യാഭ്യാസം അനുസരിച്ച് കുറച്ചുകൂടി ദീനീ വിദ്യാഭ്യാസം നേടിക്കൊടുത്ത് ഇനിയും കുറെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് എൻ്റെ മക്കൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ മതപരമായ അറിവും ബോധവും എൻ്റെ മക്കൾക്കുണ്ടാവണം. മതത്തോടുകൂടി അവരെ കൂടുതൽ മതപരമായ ആത്മീയമായ ചിന്തകളിൽ പ്രാപ്തി നേടാനാണ് പിതാവ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഓരോ തലമുറകൾ മാറി മാറി വരുമ്പോഴും ആ തലമുറകളെയെല്ലാം ദീനിന്റെ വഴികളിലൂടെ സംസ്കരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കപ്പെടേണ്ടത്. അത് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ബാധ്യതയാണ് ഇന്ന് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിനിടയിലും അംഗീകാരവും വിശ്വാസ്യതയും നേടിയെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ആ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് സമാനമായി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭ്യമായ മറ്റൊരു മതസംഘടനകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കില്ല. മറ്റൊരു മതസംഘടന നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കേരളീയ ചുറ്റുപാട് എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്, ഇന്ന് പഴയ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മുടെ സാമൂഹ്യ സാഹചര്യം മാറി. ഇന്ന് സാമ്പത്തികമായി എല്ലാ സൗകര്യങ്ങളും ആയി കഴിഞ്ഞു. ഇന്ന് ആർക്കും വിദ്യാഭ്യാസം നേടാൻ ഒട്ടേറെ സൗകര്യങ്ങളും സംവിധാനങ്ങളും സ്വദേശത്തും വിദേശത്തുമുണ്ട്. സാമ്പത്തിക സൗകര്യങ്ങളും ഇന്നത്തെ പുതിയ ടെക്നോളജികളൊക്കെ വികസിച്ചതുകൊണ്ട് ഇനി ഒരു പ്രത്യേകമായൊരു മത നേതൃത്വമോ ഒരു പ്രത്യേകമായ മതപണ്ഡിതന്മാരോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നൊക്കെ എല്ലാം വിരൽത്തുമ്പിൽ ഫത്വകൾ ലഭ്യമാകുന്ന കാലമാണ്. എല്ലാ സംശയങ്ങളും സ്വയം നിവാരണം നടത്തി അതിനൊക്കെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒരു കാലമാണ്. ഇന്ന് ബൗദ്ധികമായി മനുഷ്യൻ ഒരുപാട് വികാസം നേടിയിട്ടുള്ള, എല്ലാം തിരിച്ചറിയാൻ ശേഷിയും കഴിവും അതിന്റെ സാങ്കേതിക വിജ്ഞാനങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു കാലം. അതുകൊണ്ട് അതനുസരിച്ചൊക്കെ ജീവിക്കാനും അതിനെ ഉൾക്കൊള്ളാനൊക്കെ സന്നദ്ധമാകുന്ന ഒരു പുതിയ കാലമാണിത്. അതിനേക്കാളപ്പുറം ഈ പരമ്പരാഗതമായ വഴികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പഴഞ്ചൻ ഏർപ്പാടാണ് എന്നൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രവണതകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. ഇത് അവസാനം ഉണ്ടാക്കി വെക്കുന്നത് ഓരോരുത്തരും സ്വയം ഇങ്ങനെ മുഫ്തിമാരായി ചമഞ്ഞുകൊണ്ട് ഓരോരുത്തരും ദീനിന്റെ വിധിവിലക്കുകളും നയപരിപാടികളും നിയമങ്ങളും ഒക്കെ പറയുകയും അവസാനം അടിസ്ഥാനത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന വലിയ അപകടകരമായ സാഹചര്യമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരും. അതുകൊണ്ട് ഈ രീതിയിലുള്ള അപകടകരമായ സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇത്രയും കാലം സത്യസന്ധമായി ദീനിന്റെ മേഖലയിൽ ഈ രീതിയിൽ മുസ്ലിം സമൂഹത്തിന് ആത്മീയമായി, വിശ്വാസപരമായി, കർമ്മപരമായി നിങ്ങൾ ഈ വഴികളിലൂടെ സഞ്ചരിക്കണമെന്ന കൃത്യമായ മാർഗദർശനം നൽകുന്നിടത്ത് സത്യസന്ധമായി ഒരു നൂറ്റാണ്ടിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ രീതിയിൽ നമ്മുടെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അവരുടെ ഉത്തരവാദിത്വം ഒരു ഭാഗത്ത് നിർവഹിക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ നല്ല വാദി എന്ന് പറയുന്ന സമൂഹത്തിന്റെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ. എന്നാൽ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ചുറ്റുപാടുകളും, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ വാർത്തകളും, മുഴുവൻ ചലനനിശ്ചലനാവസ്ഥകളും ഒക്കെ വീടിനകത്ത് നിന്നുകൊണ്ട് തന്നെ കൃത്യമായി കാണാനും വിലയിരുത്താനും മനസ്സിലാക്കാനും ശേഷിയും സാങ്കേതികമായ സംവിധാനങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ, ആ സഹോദരിമാർക്കിടയിലും ഈ ദീനിന്റെ വിജ്ഞാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവരവരുടേതായ പരിധിക്കകത്തുകൊണ്ട് അവരെ പ്രേരിപ്പിക്കാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും നമ്മളെപ്പോലെയുള്ള ദീനി പ്രവർത്തകർക്ക് പ്രാദേശികമായിട്ട് സാധിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ
ധാർമ്മികമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് നമ്മുടെ ചെറുപ്പക്കാർ മദ്യത്തിന് അടിമപ്പെടുന്നു, മയക്കുമരുന്ന് ലഹരികൾക്ക് അടിമപ്പെടുന്നു എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മികമായ പ്രശ്നങ്ങളെക്കാൾ അപ്പുറം കൂടുതൽ നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഇന്ന് വളരെ പവിത്രമായി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ടെലിവിഷൻ ചാനലിലൂടെ, ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ, മൊബൈൽ ഫോണുകളിലൂടെയൊക്കെ കുടുംബങ്ങളും ദാമ്പത്യ ബന്ധങ്ങളും ഒക്കെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ധാർമ്മികമായ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ കുടുംബത്തിന്റെ അഭിമാനവും അവരുടെ മേന്മയും അവരുടെ അപമാനവും ഒക്കെ പലപ്പോഴും വിലയിരുത്തിക്കൊണ്ട് അതിനെയെല്ലാം ഒതുക്കി തീർക്കാനും കണ്ടില്ലെന്ന് നടിക്കാനും അങ്ങനെ ചെറുതാക്കി ഒതുക്കി തീർക്കാനൊക്കെയുള്ള ശ്രമങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ അപ്പുറം ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് അവരൊക്കെ ചിന്തിപ്പിക്കാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ സംരംഭങ്ങളുമായിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കണം. പ്രാദേശിക തലങ്ങളിൽ ഇതേപോലെയുള്ള ഇസ്ലാമിക് സെന്ററുകളൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും വളർന്നു വരുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾക്കിടയിലൊക്കെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ തന്നെ മതബോധത്തോടുകൂടി വളർന്നു വരാൻ ആവശ്യമായ പ്രേരണ നമുക്ക് നൽകാൻ സാധിക്കണം. ആ അർത്ഥത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് സത്യസന്ധമായ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ ഭാഗവാക്കായിക്കൊണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ മഹല്ലുകളിലും പ്രദേശങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുക. നാളെ ഈ പള്ളികളും മദ്രസകളും ദീനീ സംരംഭങ്ങളും ഇവിടുത്തെ മതപരമായ അന്തരീക്ഷങ്ങളുമൊക്കെ നിലനിർത്താനും അത് ആ അർത്ഥത്തിലൊക്കെ കൂടുതൽ പരിപോഷിപ്പിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് പങ്കാളികളാകാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ യഥാർത്ഥ ദീനീ പ്രവർത്തകരായി ദീനീ പ്രബോധകരായിട്ട് മാറുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഇസ്ലാമിക് സെന്റർ അതിനൊക്കെ പ്രേരകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനൊരു ബൃഹത്തായ സംരംഭം ഇവിടെ തുടക്കം കുറിക്കാൻ മുന്നോട്ട് വന്ന ഇതിന് സംഘാടകരെ മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് ഏറ്റവും നല്ലൊരു സൽക്രമമായി ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.